നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കാപ്പ കേസിൽ കുടുക്കി ജയിലിലാക്കിയ BJP കൗൺസിലർ ആർ സുഗതൻ ഈ മാസം 13-ന് പുറത്തിറങ്ങും. 14-ന് അദ്ദേഹം കോർപ്പറേഷനിലെത്തി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് വിവരം. ഇതോടെ ജനത്തിനു മുന്നിൽ പരിഹാസ്യരാകുന്നത് കോർപ്പറേഷനിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സഖ്യം തന്നെയാണ്. തന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കയറില്ല എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് KS ശബരിനാഥിന്റെ വെല്ലുവിളി. ജയിലിടിഞ്ഞാലും സുഗതൻ പുറത്തു വരില്ലെന്നായിരുന്നു CPM-കാരുടെ വെല്ലുവിളി. ഇതെല്ലാം കോടതി തന്നെ മടക്കി കയ്യിൽ കൊടുത്ത അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇപ്പോൾ കോടതി അനുമതിയോടുകൂടി സുഗതൻ കോർപ്പറേഷനിൽ എത്തുകയും സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യാൻ പോവുകയാണ്. അന്ന് ശബരിനാഥിന് മറുപടി നൽകിയ കരമന ജയനും അത് കൃത്യമായി തന്നെ വ്യക്തമാക്കിയിരുന്നു. പ്രിയപ്പെട്ട ശബരിനാഥിനോടാണ് ഒറ്റക്കാര്യമേ പറയാനുള്ളൂ. സുഗതൻ തിരിച്ചുവരും. തിരുവനന്തപുരം നഗരസഭയുടെ ഉള്ളിൽ സുഗതൻ കയറുകയും ചെയ്യും. ശബരിനാഥ് കൊക്കിനെയും കോഴിയെയും കാക്കയും നോക്കി ഇരിക്കത്തേ ഉള്ളൂ എന്നാണ് അന്ന് കരമന ജയൻ പറഞ്ഞത്. ഇതും ശബരിനാഥിനുള്ള വെല്ലുവിളി തന്നെയാണ്. കോടതി അനുമതിയോടുകൂടി സുഗതൻ എത്തുമ്പോൾ തടയാൻ ശബരിനാഥിനോ CPM-കാർക്കോ കരുത്തുണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇരു കൂട്ടരെയും ലക്ഷ്യമിട്ട് ട്രോളുകളും ഇറങ്ങിക്കഴിഞ്ഞു. ആളും തരവുമറിഞ്ഞ വെല്ലുവിളിക്കടോ ശബരിനാഥ എന്നും കൊക്ക് ചത്തോ എന്നുമൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. കാപ്പ കേസിൽ പ്രതിയായ BJP കൗൺസിലർ ആർ സുഗതന് ആശ്വാസമായി ഇടക്കാല ജാമ്യം ലഭിച്ചത് കഴിഞ്ഞ ദിവസമാണ്. നെടുമങ്ങാട് കോടതിയാണ് സുഗതന് ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജൂലൈ 13-ന് വൈകിട്ട് 5 മുതൽ ജൂലൈ 14 രാത്രി 9 മണി വരെയാണ് ജാമ്യം അനുവദിച്ചത്. എന്നാൽ ജാമ്യം അനുവദിച്ചെങ്കിലും കാപ്പ കേസിൽ ഹൈക്കോടതി അനുമതി നൽകിയാൽ മാത്രമേ സുഗതന് സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താൻ കഴിയുകയുള്ളൂ. ഇതിനായി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ 101 അംഗ സമിതിയിൽ സുഗതൻ ഉൾപ്പെടെ 50 അംഗങ്ങളാണ് BJPക്കുള്ളത്. ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് BJP ഭരിക്കുന്നത്. സുഗതന്റെ 6 മാസത്തെ കാപ്പ തടവ് കാപ്പ ഉപദേശക സമിതി കഴിഞ്ഞ ദിവസം ശരിവെക്കുകയും ചെയ്തിരുന്നു. സുഗതനെ തടങ്കലിൽ വെക്കാൻ തക്കതായ കാരണമുണ്ടെന്നാണ് ഉപദേശക സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതുപ്രകാരം സുഗതന്റെ തടങ്കൽ തുടരുമെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയില്ല എങ്കിൽ അറസ്റ്റിലായ ജൂൺ 10 മുതൽ 6 മാസം സുഗതൻ ജയിലിൽ തുടരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്യണമെങ്കിൽ അത് ഇടക്കാല ജാമ്യത്തിൽ കഴിയില്ല എന്നും ഹൈക്കോടതിയുടെ വിധി എന്താണ് എന്ന് നോക്കും. അതിനുശേഷം മാത്രമേ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ എന്നും തന്നെയാണ് BJPയുടെ അല്ലെങ്കിൽ തിരുവനന്തപുരം മേയറിന്റെ VV രാജേഷിന്റെ ഒരു പ്രസ്താവനയിൽ അദ്ദേഹത്തിന്റെ നിലപാടും അങ്ങനെ തന്നെയാണ്. കോടതി അലക്ഷ്യമായി ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിക്കുകയുമില്ല. കോടതി എന്താണോ പറയുന്നത് അതിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസവും വ്യക്തമാക്കിയിരുന്നു. നിയമ നടപടികൾ നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിലും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും നടക്കുകയാണ്. അത് കേസുമായി ബന്ധപ്പെട്ട് അതിൽ കോടതി എന്താണ് പറയുന്നത്? ഇപ്പോൾ ജാമ്യം കിട്ടിയത് ഇപ്പോഴത്തെ ഈ സ്റ്റേജിൽ ജാമ്യം അനുവദിച്ചു. ഇനി ഹൈക്കോടതി എന്ത് പറയണമെന്ന് നോക്കട്ടെ. ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടെ വന്നാൽ മാത്രമേ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടെ വന്നു കഴിഞ്ഞ് അനുകൂലമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധിക്കും പറഞ്ഞ സമയത്തിനുള്ളിൽ. അല്ല, ജാമ്യം കിട്ടണമെന്നുള്ള ആവശ്യമില്ല. ഒരു ഇൻട്രീം ഓർഡർ കിട്ടിയാൽ മതിയാവും. അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 4 ആഴ്ചയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം, ഉത്തരവ് വന്ന് 4 ആഴ്ചയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ആ ഉത്തരവ് നടപ്പിലാക്കുവാൻ വേണ്ടിയുള്ള ഒരു ദിവസമോ അല്ലെങ്കിൽ നിശ്ചിത സമയമോ ഒരു ഇൻട്രീം ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ പോകാൻ സാധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുവാനും നഗരത്തെ മലിനപ്പെടുത്തുവാനും CPM പ്രവർത്തകർ തന്നെ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഒരു കോർപ്പറേഷൻ ജീവനക്കാരനെ വാഹനമിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. സുരേഷ് ഉൾപ്പെടെയുള്ള വാഹന ആക്രമണത്തിൽ പരിക്കേറ്റ സുരേഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ വളരെ ശക്തമായിട്ടുള്ള സ്ക്വാഡ് പ്രവർത്തനങ്ങളിലായിരുന്നു. അപ്പോഴാണ് ആമേഴഞ്ചാൻ തോട്ടിൽ ഒരു ഓട്ടോറിക്ഷയിൽ മാലിന്യം കൊണ്ട് എറിഞ്ഞു എന്ന് വിവരം അവർക്ക് ലഭിക്കുന്നത്. അവരവിടെ പോയി അത് ബോധ്യപ്പെട്ടു. അതിനുശേഷം ഇവർക്കറിയാം ഈ മാഫിയകൾ ഏതൊക്കെ സ്ഥലത്താണ് യാത്ര ചെയ്യുന്നതെന്ന്. ഉടൻ തന്നെ ഇവർ കാത്തിരിക്കുകയും സുരേഷ് ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടുത്ത് ഇവർ മാലിന്യം ശേഖരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ വരികയും ചെയ്തപ്പോൾ ഇവർ ഒരു അൺഓതറൈസ്ഡ് ഏജൻസിയാണ്. നിയമവിരുദ്ധമായിട്ട് മാലിന്യം ശേഖരിച്ച് പണം വാങ്ങിയതിന് ശേഷം തോന്നുന്നിടത്ത് വലിച്ചെറിയുന്ന ഏജൻസിയാണ്. ഇവർ പിന്തുടർന്ന് വന്നപ്പോഴാണ് SP ഫോർട്ട് ആശുപത്രിക്ക് നേരെ എതിരെയുള്ള ഗണേഷ് ടീ സ്റ്റാളിൽ നിന്നും ഈ അനധികൃത ഏജൻസി മാലിന്യം എടുക്കുന്നതായിട്ട് കണ്ടെത്തിയത്. സുരേഷ് ഉൾപ്പെടെയുള്ളവർ അവർ മാലിന്യം കയറ്റി ഓട്ടോറിക്ഷയിൽ പോകാൻ പോയപ്പോഴേക്കും ആ ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി. അപ്പോഴാണ് സുരേഷിനെ ഇടിച്ചു കൊലപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ആ ഓട്ടോ കടന്നു പോവുകയും ചെയ്തത്. അതിലുണ്ടായിരുന്ന പ്രതികളെ സുരേഷ് ഉൾപ്പെടെയുള്ളവർ തിരിച്ചറിഞ്ഞ് പോലീസ് മൊഴിയെടുക്കാൻ വന്നപ്പോഴേക്കും അവരുടെ പേരുൾപ്പെടെ പറഞ്ഞു. ഒരു പ്രതി അന്ന് തന്നെ പിടികിട്ടി.
ഞാൻ ഉൾപ്പെടെ മേയർ ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുകയും നിങ്ങൾ മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു, നിങ്ങളൊക്കെ വാർത്ത കൊടുത്തു, പോലീസുമായിട്ട് സംസാരിച്ചു. ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഹെൽത്ത് ഓഫീസറും നേരിട്ട് പോയി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ടിരുന്നു. HOയുടെ പക്കലുള്ള വിവരങ്ങളൊക്കെ തന്നെ റിപ്പോർട്ടായിട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വളരെ സജീവമായ ഇടപെടലും അന്വേഷണവും നടത്തിയപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് CPM പ്രവർത്തകനായിട്ടുള്ള ഷമീറാണ് എന്നുള്ള വസ്തുത ബോധ്യപ്പെട്ടു. പോലീസിൻ്റെ അന്വേഷണം ശക്തമായതോടെ ഷമീർ തമിഴ്നാട്ടിലേക്ക് കടന്നു. ഇന്നലെ വൈകുന്നേരം കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിൽ വെച്ച് ഷമീറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷമീർ പോലീസ് കസ്റ്റഡിയിലാണ്. ആ ഷമീറിൻ്റെ ഫോട്ടോ ഒന്ന് കാണിച്ച്. ഷമീർ തിരുവനന്തപുരം ചാലയിലുള്ള CPM പ്രവർത്തകനാണ്. ഷമീറിന് വേറൊരു പേരുണ്ട്, അത് നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാവും. ഇദ്ദേഹം CPM പ്രവർത്തകനാണ്. അനധികൃതമായി മാലിന്യം ശേഖരിച്ച് ആറ്റിലേക്കും തോട്ടിലേക്കും വലിച്ചെറിയുന്നതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയാണ്. ഇന്നലെ വൈകുന്നേരം ഇദ്ദേഹം പോലീസിനെ ഭയന്ന് നിർഭയം വിഹരിച്ചുകൊണ്ടിരുന്ന ആളാണ്. കോർപ്പറേഷനും പോലീസും നടപടികൾ ശക്തമാക്കിയപ്പോഴേക്കും പോലീസിനെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടുകയും തമിഴ്നാട് കേരള അതിർത്തി ഗ്രാമത്തിൽ വെച്ച് ആ കുളത്തൂർ ഭാഗത്ത് വെച്ചിട്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കടന്ന സമയത്ത് എന്തോ പോലീസിന് ഇൻഫർമേഷൻ കിട്ടി. മൊബൈൽ ടവർ ട്രേസ് ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. സിറ്റി പോലീസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. ഇദ്ദേഹത്തിന് സിറ്റിയിൽ ഈ മാഫിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് വേറൊരു പേരൂടെ ഉണ്ട്, നിങ്ങൾ അന്വേഷിച്ചാൽ മനസ്സിലാകും. കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ബന്ധമുള്ളതാണ്. അത് കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും മണിക്കൂറുകൾക്കൊക്കെ നിങ്ങൾക്ക് ആ തെളിവുകൾ ലഭിക്കും. അതും പോലീസിൻ്റെയൊക്കെ പക്കലുണ്ട്, ആ തെളിവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനർത്ഥം CPM തന്നെ 6 മാസം ഈ ഭരണസമിതി പിന്നിടുമ്പോഴേക്കും വലിയ സ്വീകാര്യത കിട്ടി ഭരണസമിതി മുന്നോട്ട് പോകുമ്പോൾ അതിനെ അട്ടിമറിക്കുവാൻ വേണ്ടി CPM എന്ന പാർട്ടി ഒരു സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള 45 വർഷം കോർപ്പറേഷൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു പാർട്ടി തന്നെ നേരിട്ട് അവരുടെ പ്രവർത്തകർ ഇറക്കിയിട്ട് നഗരത്തിലെമ്പാടും മാലിന്യം വലിച്ചെറിയുകയാണ്. ആ മാലിന്യം വലിച്ചെറിയുന്നതിനെ തടയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേഷൻ ജീവനക്കാരെ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇടിച്ചിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു പാർട്ടി നേതൃത്വം കൊടുക്കുകയാണ് അതിന്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ 2 വനിതാ ജീവനക്കാർ, രാത്രിയൊക്കെ വനിതാ ജീവനക്കാർ സ്ക്വാഡിലുണ്ട്, 2 വനിതാ ജീവനക്കാർ ഉൾപ്പെടുന്ന സ്ക്വാഡ് ഇതുപോലെ തന്നെ ഒരു മാലിന്യ മാഫിയ തടഞ്ഞു. അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഈ ജീവനക്കാർ ഓട്ടോറിക്ഷയുടെ മുൻപിൽ കയറി നിന്നിട്ട് ഓട്ടോറിക്ഷ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ ഓട്ടോറിക്ഷ നമ്മുടെ ഗ്യാരേജിലുണ്ട്. ഗ്യാരേജിൽ കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴേക്കും അതിൽ വടിവാളും കമ്പിപ്പാരയും ഉൾപ്പെടെ ആക്രമിക്കുവാൻ വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. ആ ഓട്ടോറിക്ഷ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാലിന്യ മാഫിയ 2 വനിതകളാണ് അതിനെ തടഞ്ഞത്. കഴിഞ്ഞ ദിവസം അവർക്ക് സ്വീകരണമൊക്കെ കൊടുത്തിരുന്നു ഇവിടെ മീറ്റിംഗ്, ഹെൽത്ത് സെക്ടറിൻ്റെ മീറ്റിങ്ങിൽ. മറ്റൊരു വാഹനത്തിന് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു കടകംപള്ളി വാർഡിൽ നിന്ന്. ആക്കുളം പ്രദേശത്ത് നീർച്ചാലിൽ മാലിന്യം വലിച്ചെറിഞ്ഞ വാഹനം ഇവിടെ കോർപ്പറേഷൻ കസ്റ്റഡിയിൽ കിടപ്പുണ്ട്. നമ്മുടെ കസ്റ്റഡിയിൽ നിങ്ങൾക്കറിയാം, പുറത്ത് ലോറിയുണ്ട്. അപ്പോൾ ഈ ഷമീർ ഉൾപ്പെടെയുള്ള ചെയ്ത് ജലാശയങ്ങളിലേക്കാണ് മാലിന്യം വലിച്ചെറിഞ്ഞത്. അത് ജാമ്യമില്ലാത്ത കുറ്റമാണത്, വളരെ ഗ്രേവ് ഓഫൻസാണ്. ജലാശയങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്ന അങ്ങേയറ്റം തന്നെ കുറ്റകരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴേക്കും ഉന്നത നേതാക്കന്മാരുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന പ്രവർത്തകനാണ്. ഈ വിവരം ഞങ്ങളുടെ കയ്യിൽ അന്ന് തന്നെ ഉണ്ട്. ഞാൻ ഫോർട്ട് ഹോസ്പിറ്റൽ വരുമ്പോൾ തന്നെ ഇന്നാരാണ് അതിന് നേതൃത്വം കൊടുത്തത്, ഈ പേരുകാരനാണ് നേതൃത്വം കൊടുത്തതെന്നുള്ള വിവരം ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ അത് പോലീസ് അന്വേഷിക്കണം. പോലീസ് അന്വേഷിച്ച് പോലീസിന് ബോധ്യപ്പെട്ട് നിയമ സംവിധാനത്തിലൂടെ അറസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ആ വിവരങ്ങൾ നിങ്ങൾ പുറത്തു പറയൂ എന്നുള്ളതുകൊണ്ടാണ് അന്ന് നിങ്ങളോട് പറയാത്തത്. പക്ഷേ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്നു ചില വിവരങ്ങൾ കൂടി പുറത്തു വരും, രാഷ്ട്രീയ ബന്ധങ്ങൾ പുറത്തു വരും. അപ്പോൾ അതിൽ നിന്നും പിന്മാറണം. ഭരണം നഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് ഒരു ഭരണസമിതിയോടുള്ള ഭരണപരമായുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള അല്ലെങ്കിൽ അധികാരം നഷ്ടപ്പെട്ടതിലുള്ള ഒരു വ്യാകുലത കൊണ്ട് ഒരു നഗരത്തെ മുഴുവനും മലിനപ്പെടുത്തുവാനും രോഗം പടർന്ന് പിടിക്കുവാനും ഇടയാകുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും CPM പിന്മാറണം, CPM നേതാക്കന്മാർ പിന്മാറണം. അവർ ആശയപരമായിട്ട് വിയോജിച്ചോട്ടെ, ഭരണപരമായുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അതിലവർ സമരം ചെയ്തോട്ടെ, അത് ജനങ്ങളുടെ മുൻപിൽ പ്രചരിപ്പിച്ചോട്ടെ. പക്ഷെ ഒരു നഗരത്തിനെ മലിനപ്പെടുത്തുവാനും നഗരത്തിനെ നശിപ്പിക്കുവാനും വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. ബഹുമാനപ്പെട്ട ഒരു മുൻ മന്ത്രി ഉൾപ്പെടെ ഇത്തരം കാര്യങ്ങളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒക്കെ ഇടപെടുന്നു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ വിമർശന വിധേയമാക്കേണ്ട കാര്യമാണ്. അതിൽ നിന്നും പിന്മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആശയപരമായി ഏത് തരത്തിലും നമുക്ക് സംവദിക്കാനോ
ഒക്കെ തയ്യാറാണ്. ആശയപരമായ വ്യത്യസ്ത അഭിപ്രായം പുലർത്തുന്നവരോട് ഭരണപരമായിട്ട് വിയോജിപ്പുള്ളവർ നടത്തുന്ന സമരങ്ങളെയൊക്കെ തന്നെ ബഹുമാനിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ഇരുട്ടിൻ്റെ മറവിൽ ക്രിമിനലുകളെയും ഗുണ്ടകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു നഗരത്തെ തന്നെ തകർക്കുവാനുള്ള പരിശ്രമങ്ങളിൽ നിന്ന് പിന്മാറണം. ജനങ്ങളുടെ ഇടയിൽ നിങ്ങൾ ഒറ്റപ്പെടുകയുള്ളൂ. ഞങ്ങൾ ഒരു വികാരത്തിൻ്റെ പേരിലല്ല ഇത് പറയുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത്, പ്രതിയായതുകൊണ്ടാണല്ലോ അദ്ദേഹം കേരളത്തിലും തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ടത്. അപ്പോൾ അതിനുശേഷം പോലീസ് കാത്തിരുന്ന് കേരളത്തിലേക്ക് കടന്നപ്പോഴാണ് പിടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ പോലീസ് സംവിധാനമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇക്കാര്യങ്ങൾ മനസ്സിലാവും. ഇതിൽ കൂടുതൽ രാഷ്ട്രീയ ബന്ധങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ പുറത്ത് വരും. വേറൊരു ഫോട്ടോ കൂടെ ഉണ്ട്, ഞാനത് സ്ക്രീനിലുണ്ട്, ഞാൻ കാണിക്കുന്നില്ല. ഇന്ന് ഒരു പ്രമുഖ പത്രത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ജവഹർ നഗറിൽ മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരു ഫോട്ടോ വന്നിട്ടുണ്ട്. ആ ഫോട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഈ വാർത്ത വന്ന ഉടൻ തന്നെ അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടറെ വിളിച്ചിട്ട് അതൊന്ന് പരിശോധിക്കാൻ പറഞ്ഞു. അവർ രാവിലെ 7:50 അവിടെ എത്തി. വാർത്ത വന്നു 7:30 അവർ അറിഞ്ഞ് 7:50 അവിടെ എത്തി. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഈ സ്ക്രീനിലുണ്ട്, ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല. ആ വ്യക്തിപരമായിട്ട് ആർക്കും ഷെയർ ചെയ്യാം, പത്രസമ്മേളനത്തിൽ കാണിക്കുന്നില്ല. ആ ഫോട്ടോയിൽ ആ മാലിന്യം അവിടെ ഇല്ല. ഇത് മുൻപ്, അതായത് 4 ദിവസത്തിനിപ്പുറം അത് അവിടെ ഇല്ല. അവിടെ നമ്മുടെ സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും ചാക്കിൽ കിട്ടാൻ ഫുഡ് വേസ്റ്റ് അല്ല, പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെ അവിടെ അത് സംഭരണ കേന്ദ്രമുണ്ട്. സംഭരണ കേന്ദ്രം നിറഞ്ഞപ്പോഴേക്കും വാഹനം വരുന്ന സമയത്തേക്ക് വരെ അതിൻ്റെ സൈഡിൽ വെച്ചിരുന്നു. അവിടെയല്ലേ വയ്ക്കാൻ പറ്റുള്ളത്, വച്ചിരുന്നു എന്നുള്ള വസ്തുതയാണ്. വേറെ ദിവസങ്ങളില്ല. പക്ഷേ ഇന്നലത്തെ ഫോട്ടോ അല്ലത്. ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ ഇന്ന് രാവിലെ എടുത്തത് എൻ്റെ കയ്യിലുണ്ട്, IT ഓഫീസറുടെ കയ്യിലുണ്ട്. ഇതുപോലെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിപ്പയർഡാണ്. പക്ഷേ പത്രസമ്മേളനത്തിൽ കാണിക്കുന്നു. കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് സുഗതൻ. വധശ്രമ കേസുകൾ, ഭീഷണിപ്പെടുത്തൽ, വഴിതടയൽ, പോലീസിനെതിരെ കയ്യേറ്റം, വീടുകയറി വാഹനം അടിച്ചു തകർക്കൽ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കൽ, തട്ടിക്കൊണ്ടുപോക്കൽ, ഗൂഢാലോചന, ആയുധം കൊണ്ട് മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ കേസുകളാണ് സുഗതനെതിരെ നിലവിലുള്ളത്. ഇപ്പോൾ യാത്ര, അതായത് വൈകുന്നേരം 13-ാം തീയതി വൈകുന്നേരം 5 മണി മുതൽ പിറ്റേ ദിവസം രാത്രി 9 മണി വരെയാണ് വിയ്യൂർ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹം ഉള്ളത്. തിരുവനന്തപുരത്ത് വരേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ യാത്രാ സമയവും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ 5 to 9 എന്ന് പറഞ്ഞ സമയം കൊടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 13-ാം തീയതി വൈകുന്നേരം ഇറങ്ങി നേരെ അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ 14-ാം തീയതി രാവിലെ തന്നെ ഒരു പക്ഷേ നഗരസഭയിലേക്കായിരിക്കും എത്തുന്നത്. നഗരസഭയിലേക്ക് എത്തിക്കഴിയുമ്പോൾ എങ്ങനെയാണ് കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റും ഒക്കെ തന്നെ ഇതിനെ എതിർക്കുക എന്നറിയില്ല. വലിയ രീതിയിലുള്ള ബഹളമായിരുന്നു കഴിഞ്ഞ നഗരസഭ കൂടിയപ്പോൾ ഉണ്ടായിരുന്നത്. ഷർട്ട് വലിച്ചു കീറുന്നു, മുഖത്തടിക്കുന്നു, തെറിവിളിക്കുന്നു, അങ്ങനെ സംഭവ ബഹുലം. മേയറിന്റെ കാല് പോലും ഒഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഡെപ്യൂട്ടി മേയറിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റ് വാർഡ് അംഗങ്ങൾക്കൊക്കെ തന്നെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ കോർപ്പറേഷനിൽ എങ്ങനെയായിരിക്കാം സുഗതൻ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കോലാഹലങ്ങൾ എന്ന് കാത്തിരുന്നു കാണാം.